Good morning all. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഇറ്റ്സ് ലൈക്ക് ടു ബി ട്രാൻസ്ജെൻഡർ ബൈ ലീ മൊക്കോബി. സോ 8 സ്റ്റാൻസാസ് ഉള്ള ഒരു പോമാണിത്. സോ ദിസ് പോം ഇസ് ഓട്ടോബയോഗ്രഫിക്കൽ. ലീ മൊക്കോബയുടെ ലൈഫിൽ നടന്നിട്ടുള്ള ഇൻസിഡൻസും കൂടി റിലേറ്റഡ് ആണ് ഈ പോം. Then from the title itself we can understand that what it's like to be transgender is the poem about the transgender community. So the main themes related to this poem are gender identity issues, then transphobia, and then the next one is increasing suicide rates of transgender people. ദെൻ ഇതിലൊരു സോഷ്യൽ ഇഷ്യൂ കണക്റ്റഡ് ആണ്. അതായത് ഈ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, പ്രസൻറ്റ് സിറ്റുവേഷൻ എങ്ങനെയാണെന്നുള്ളതും കൂടി നമ്മുടെ വാട്ട് ഇറ്റ്സ് ലൈക്ക് ടു ബി ട്രാൻസ്ജെൻഡർ എന്നുള്ള ഈ ഒരു പോം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ദെൻ ഇനി നമുക്ക് ലീ മൊക്കോബെ ആരാണെന്ന് നോക്കാം. Loreto Lee Mokobe was born in 1996 in Cape Town, South Africa. Then Mokobe is an award-winning slam poet and the founder of vocal revolutionaries. The Lee മൊക്കോബേനെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ in 2015 Lee came out as a transgender male. Now Mokobe works as a teaching artist across the United States. അപ്പോൾ ലീ മൊക്കോബെ 2015 അതേ വർഷമായിട്ടില്ല എന്ത് ചെയ്തു, ഒരു ട്രാൻസ്ജെൻഡർ മെയിലായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ദെൻ ലീ മൊക്കോബെ ഹാസ് ബീൻ എ TED ഫെലോ സിൻസ് 2015. ദെൻ ഇനി നമുക്ക് എന്താണ് വാട്ട് ഇറ്റ്സ് ലൈക്ക് ടു ബി ട്രാൻസ്ജെൻഡർ എന്നുള്ള പോം എന്ന് നോക്കാം. ഇറ്റ്സ് എ സോൾ ബെയറിംഗ് പോയം അബൌട്ട് ഇറ്റ് ഫീൽസ് ലൈക്ക് ടു ബി എ ട്രാൻസ്ജെൻഡർ ഇൻ എ ഹൈലി ജെൻഡേർഡ് കൾച്ചർ. അപ്പോൾ ഈ 2015 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെൻഡർ അതിന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടൈമാണ്. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഈ ഒരു പോം എന്ത് ചെയ്യുന്നത്, പബ്ലിഷ് ആവുന്നത്. It powerfully addresses the gender identity issues in the context of transphobia and the increased suicide rates among the transgender people. So നമ്മൾ നേരത്തെ തീമിൽ പറഞ്ഞിട്ടുള്ളതാണ് ട്രാൻസ്ഫോബിയ. സോ വാട്ട് ഈസ് ട്രാൻസ്ഫോബിയ? ട്രാൻസ്ഫോബിയ മീൻസ് ഫിയർ ഓഫ് ട്രാൻസ്ജെൻഡേഴ്സ്. സൊസൈറ്റിക്ക് ട്രാൻസ്ജെൻഡേഴ്സിനോടുള്ള ആ ഒരു പേടീനെയാണ് നമ്മൾ ട്രാൻസ്ഫോബിയ എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് ഈ ട്രാൻസ്ജെൻഡർ പീപ്പിളിൻ്റെ സൂയിസൈഡ് റേറ്റ്സ് വളരെയധികം കൂടി വരുന്നത്. Then in this autobiographical poem about the history of one's gender expression, Mokobe describes how he came out as a transgender. I was the mystery of an anatomy, a question asked but not answered, tightrope between awkward boy and apologetic girl, and when I turned 12, the boy face was not deemed cute anymore. സോ എങ്ങനെയാണ് ലീ മൊക്കോബെ ഒരു ട്രാൻസ്ജെൻഡർ മെയിലായിട്ട് പുറത്തോട്ട് വന്നത് എന്നുള്ള ഒരു കാര്യമാണ് ഈ ഒരു ഓട്ടോബയോഗ്രഫിക്കൽ പോത്തിൽ കാണാനായിട്ട് പറ്റുന്നത്. Being a thoughtful description on bodies and the meanings poured into them, the poem captures the identity crisis imposed on transgender people every now and then by the mainstream culture. Then towards the end of the gripping exploration of identity and transition, the poet turns into a pessimistic mode, having recognized one's non-acceptance in a world where religious preaches universal love. സോ ലാസ്റ്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെസിമിസ്റ്റിക് ആറ്റിറ്റ്യൂഡാണ്. അതായത് എല്ലാവരെയും സ്നേഹിക്കണം എന്നൊക്കെ റിലീജിയൻ പറയുന്നുണ്ടെങ്കിലും ആ ഒരു കാര്യം ഇവിടെ ഇതുവരെയായിട്ടും പോസിബിൾ ആയിട്ടില്ല എന്ന് തന്നെയാണ് ലീ മൊക്കോബെ പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, 8 സ്റ്റാൻസാസ് ഉള്ളൊരു പോമാണിത്. സോ മൂവിങ് ടു ദ ഫസ്റ്റ് സ്റ്റാൻസ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ സ്റ്റാൻസയിലും ഡിഫറെൻറ്റ് ലൈൻസ് ആണുള്ളത്. ഒരു സ്റ്റാൻസയിൽ 14 ലൈൻസ് ആണെങ്കിൽ സെക്കൻഡ് സ്റ്റാൻസ കൺസിസ്റ്റ് 10 ലൈൻസ്. അങ്ങനെ ഓരോ സ്റ്റാൻസയിലും ലൈൻസ് വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റാൻസയാണ് പറയുന്നത്. സോ ദ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് സ്റ്റെയിൻഡ് കത്തീഡ്രലാണ്. ഓക്കെ, കത്തീഡ്രൽ മീൻസ് ചർച്ച്. The first time I uttered a prayer was in a glass-stained cathedral. So here ലീ മൊക്കോബെ കത്തീഡ്രലിലാണുള്ളത്. ദെൻ എന്ത് ചെയ്യുന്നു, പ്രയർ
അതിന് പങ്കെടുക്കാനായിട്ട് പോവാണ്. I was kneeling along after the congregation was on its feet, dipped both hands into holy water, traced the Trinity across my chest, my tiny body drooping like a question mark. So, I was kneeling. Then പള്ളിയിൽ പോയി കഴിഞ്ഞാൽ എസ്പെഷ്യലി RC, അപ്പോൾ അവിടെ എങ്ങനെയാണ് കോൺഗ്രിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹോളി മാസിന് വന്നിട്ടുള്ള ആളുകളാണ്. സോ അവരെല്ലാവരും എന്ത് ചെയ്യുന്നു, മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. സോ അവരെ പോലെ തന്നെ ഞാനും മുട്ടുകുത്തി നിന്നു. അങ്ങനെ എന്ത് ചെയ്യാണ്, പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ ഡിപ്പ് ബൗത്ത് ഹാൻഡ്സ് ഇൻ ടു ദ ഹോളി വാട്ടർ, അതായത് രണ്ട് കൈയും എന്ത് ചെയ്യുന്നു, ഹോളി വാട്ടർ, അതായത് ആ പള്ളിയിലുള്ള ആ വിശുദ്ധമായ വെള്ളത്തിൽ മുക്കിയിട്ട് എന്ത് ചെയ്യുന്നു, ഡിപ്പ് ബൗത്ത് ഹാൻഡ്സ് ഇൻ ദ ഹോളി വാട്ടർ ആൻഡ് ട്രേസ് ദ ട്രിനിറ്റി അക്രോസ് മൈ ചെസ്റ്റ്. എന്നിട്ട് എന്ത് ചെയ്യാണ്, കുരിശ് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുരിശ് വരയ്ക്കുന്ന പോലെ നീമക്കോബെ പ്രാർത്ഥന കഴിഞ്ഞ് കുരിശ് വരയ്ക്കുന്നു. ദെൻ മൈ ടൈനി ബോഡി ഡ്രൂപ്പിംഗ് ലൈക്ക് എ ക്വസ്റ്റ്യൻ മാർക്ക്. മൈ ടൈനി ബോഡി, ഡ്രൂപ്പിംഗ് മീൻസ് ബെൻഡിങ്. അപ്പം എൻ്റെ ശരീരം എന്ത് ചെയ്യുന്നു, ഇറ്റ്സ് ബെൻഡിങ് ലൈക്ക് എ ക്വസ്റ്റ്യൻ മാർക്ക്. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെ വളഞ്ഞിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അതായത് ആ പ്രയറിന് നിൽക്കുന്ന ആ ഒരു പൊസിഷനാണ് ഇവിടെ പറയുന്നത് ഡ്രൂപ്പിംഗ് ലൈക്ക് എ ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറയുന്നത്. അതായത് മുട്ടുകുത്തിയിട്ട് കൈ ഇങ്ങനെ കൂപ്പിയിട്ട് ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്നു. അപ്പോൾ ആ സംഭവമാണ് ഡ്രൂപ്പിംഗ് ലൈക്ക് എ ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു മീനിങ് വരുന്നത് ദ ക്വസ്റ്റ്യൻ മാർക്ക്, അതായത് ഞാനൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്, എൻ്റെ ജെൻഡർ എനിക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് വരുന്നത്. ദെൻ ഒരു ഫിറോ സ്പീച്ച് വരുന്നുണ്ട്, ദാറ്റ് ഈസ് സിമിലി മൈ ബോഡി ഡ്രൂപ്പിംഗ് ലൈക്ക് എ ക്വസ്റ്റ്യൻ മാർക്ക്. എൻ്റെ ബോഡിയിൽ നിന്ന് ബെൻഡിങ് ലൈക്ക് എ ക്വസ്റ്റ്യൻ മാർക്ക്, ഒരു ചോദ്യചിഹ്നം പോലെയാണ് നിൽക്കുന്നത്. സോ ഫിറോ സ്പീച്ച് സിമിലി. ഓൾ ഓവർ ദ വുഡൻ പ്യൂ. അപ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് പോലെ നിൽക്കുന്നത് എവിടെയാണ്, ഓൾ ഓവർ ദ വുഡൻ പ്യൂ. വുഡൻ പ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചർച്ചിലുണ്ടാവുന്ന ആ ഇരിപ്പിടത്തിനെയാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലാണ് ആളുകൾ മുട്ടുകുത്തി നിൽക്കുക. ഐ ആസ്ക്ഡ് ക്വസ്റ്റ്യൻ ടു ഫിറ്റ്സ് മീ. സോ ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ ജീസസിനോട് ചോദിച്ച കാര്യം ഇതാണ്, ടു ഫിറ്റ്സ് മീ. അപ്പോൾ ഐ ആസ്ക്ഡ് ജീസസ് ടു ഫിറ്റ്സ് മീ. ദൈവത്തിനോട് ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് ഫിക്സ് ചെയ്ത് തരണം. ദാറ്റ് മീൻസ് ആസ്ക്ഡ് ജീസസ് ടു ഫിക്സ് മൈ ജെൻഡർ. എൻ്റെ ജെൻഡർ ഒന്ന് ഫിക്സ് ചെയ്ത് തരാനായിട്ട് ഞാൻ ആവശ്യപ്പെട്ടു. ആൻഡ് വെൻ ഹി ഡിഡ് നോട്ട് ആൻസർ I befriended silence in the hopes that my sins would burn and sal my mouth would dissolve like sugar on tongue, but shame lingered as an aftertaste. പറയാണ്, ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചു ആൻഡ് ഹി ഡിഡിൻറ്റ് ആൻസർ. അതായത് ഞാൻ ചർച്ചിൽ പോയിട്ട് ഇങ്ങനെ ദൈവത്തിനോട് ഫിക്സ് ചെയ്യാൻ പറഞ്ഞു, ബട്ട് എനിക്ക് ഉത്തരമൊന്നും കിട്ടിയില്ല. ദ ചർച്ച് എന്ന് പറഞ്ഞത് ഇറ്റ്സ് ബിക്കെയിം സൈലൻസ്, അതായത് എല്ലാവരും സംസാരിക്കാതെ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ എനിക്ക് സൈലൻസ് മാത്രമാണ് കിട്ടിയത്, അവിടുന്ന് ഉത്തരമൊന്നും തന്നില്ല. അതുപോലെ തന്നെ എന്താണ് പറയുന്നത്, എനിക്ക് കിട്ടുന്നില്ല, ദൈവം ഒന്നും എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. I befriended silence in the hopes that my sins would burn. അപ്പോൾ പിന്നെ നമ്മുടെ പോയിട്ട് ലീമക്കൊബ് വിചാരിക്കുകയാണ് എൻ്റെ പാപങ്ങളുടെ ഫലമായിട്ടായിരിക്കും ചിലപ്പോൾ എനിക്കിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവുക. സോ എൻ്റെ ആ ഒരു പാപങ്ങൾ അതൊക്കെ എന്ത് ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത്, സിൻ വുഡ് ബേൺ, അതെല്ലാം പോവും. ദെൻ സാൽ മൈ മൗത്ത് വുഡ് ഡിസോൾവ് ലൈക്ക് ഷുഗർ ഓൺ ടങ്. പറയാണ് എൻ്റെ പാപങ്ങളെല്ലാം മാറ്റി, എൻ്റെ പ്രശ്നങ്ങളെല്ലാം പഞ്ചസാര നമ്മൾ നാവുമിട്ട് അലിഞ്ഞു പോകുന്ന പോലെ അലിഞ്ഞു പോകുമായിരിക്കും, പ്രശ്നങ്ങളെല്ലാം തീരുമായിരിക്കും. ബട്ട് ഷെയിം ലിങ്കേർഡ് ആസ് എൻ ആഫ്റ്റർ ടേസ്റ്റ്. ഇപ്പോൾ ലിങ്കേർഡ് മീൻസ് സ്റ്റേഡ് ഫോർ ലോങ് എന്നൊക്കെ പറയുന്ന ഒരു മീനിങ് ആണ്. അപ്പം നമ്മൾ ഇപ്പോൾ വായയുടെ ഉള്ളിൽ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ അത് അലിഞ്ഞു പോയാലും അതിൻ്റെ മധുരം കുറച്ച് നേരത്തേക്ക് എന്ത് ചെയ്യും, നമ്മുടെ വായിലിങ്ങനെ തങ്ങി നിൽക്കും. സോ ആ ഒരു കോൺസെപ്റ്റാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എൻ്റെ പാപങ്ങൾ ഇവിടെ മായ്ച്ച് കളയായിരിക്കും, എങ്കിലും ഈ ജെൻഡേർഡ് ഇഷ്യൂ, അതായത് ബോയ് ഓർ ഗേൾ അങ്ങനെയുള്ള ആ ഒരു പ്രശ്നം അത് കുറച്ച് കാലത്തെങ്കിലും എൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുമായിരിക്കും. ദെൻ ആഫ്റ്റർ ദാറ്റ് പിന്നെ അതങ്ങനെ മാറിപ്പോകുമായിരിക്കും, ഈ ഒരു പ്രശ്നം ചിലപ്പോൾ മാറുമായിരിക്കും.
അങ്ങനെയുള്ളൊരു പ്രതീക്ഷയിലൊക്കെ ലീമൊക്കോബെ ഇരിക്കുകയാണ്. എന്തായാലും ഞാൻ പ്രാർത്ഥിച്ചതല്ലേ, അപ്പോൾ എൻ്റെ പ്രശ്നങ്ങളും പാപങ്ങളും എല്ലാം പോകുമെന്ന് ലീമൊക്കോബെ എന്ന് വിശ്വസിക്കുന്നു. സോ ഹിയർ ഓൾസോ വി ക്യാൻ സീ എ figure of speech simile. My mouth would dissolve like sugar on tongue. Then, and in an attempt to reintroduce me to sanctity, then അത് കഴിഞ്ഞിട്ട് നമ്മുടെ പോയിറ്റ് ലീമൊക്കോബെ എന്ത് ചെയ്യുന്നു, റീഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് ടു സാൻറ്റിറ്റി, അതായത് അലംഘനീയത്വം ഓർ പരിശുദ്ധി എന്നൊക്കെ പറയും. അതായത് എൻ്റെ ഇപ്പോഴത്തെ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഐ എം എ ക്വസ്റ്റ്യൻ മാർക്ക്. അതായത് ഞാൻ ബോയ് ആണോ ഗേളാണോ എന്നറിയാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ എന്നെ റീഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോവാണ്. അതായത് എൻ്റെ ജെൻഡർ ഏതാണെന്ന് ഞാൻ സ്പെസിഫൈ ചെയ്യാനായിട്ട് നോക്കുകയാണ്. മൈ മദർ ടോൾഡ് മീ ഓഫ് ദ മിറാക്കിൾ ഐ വാസ്. സോ എൻ്റെ അമ്മ പറയാണ് ഞാനൊരു മിറാക്കിളാണ്. മൈ മദർ ടോൾഡ് മീ ഓഫ് ദ മിറാക്കിൾ ഐ വാസ്, അതായത് പാസ്റ്റ് ടെൻസിലാണ്. അപ്പോൾ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം അമ്മ പറഞ്ഞിരുന്നു ഞാനൊരു മിറാക്കിളാണെന്ന്. സെഡ് ഐ കുഡ് ഗ്രോ അപ്പ് ടു ബി എനിത്തിങ് ഐ വോണ്ട്. അപ്പം അമ്മ പറഞ്ഞു ഞാനൊരു മിറാക്കിളാണ്, ദെൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ എന്ത് ചെയ്യാം, എനിക്ക് വളരാം. അതാണ് അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഐ ഡിസൈഡഡ് ടു ബി എ ബോയ്. സോ അമ്മ ഇങ്ങനെ ഒരു ഇഷ്ടമുള്ള പോലെ വളരാം എന്ന് പറഞ്ഞപ്പോൾ ഐ ഡിസൈഡഡ്, ഞാൻ തീരുമാനിച്ചു, ടു ബി എ ബോയ്, ഒരു ആൺകുട്ടിയായിട്ട് ജീവിക്കാനാണ് എനിക്ക് ഇഷ്ടം. സോ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ, അതായത് ദൈവത്തിനോട് ചോദിച്ച ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ശരിക്കും ആൻസർലെസ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് പ്രത്യേകിച്ചൊരു ഉത്തരം കൊടുക്കാനായിട്ട് പറ്റില്ല. പിന്നെ അന്നത്തെ കാലത്ത് സമൂഹത്തിലാണെങ്കിൽ ഈ LGBTQ എന്നുള്ള സംഭവങ്ങളില്ല. ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിയാണ്, വേറെ എന്തോ ഒരു ഇതായിട്ടൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു ആൻസർലെസ് ആണ്. അപ്പോൾ ഇവിടെ ആ ഒരു സമയത്താണ് നമ്മുടെ അമ്മ, പോയിറ്റിൻ്റെ അമ്മ പറയുന്നത് നീ ഒരു മിറാക്കിളാണ്, എനിക്കിഷ്ടമുള്ള പോലെ ജീവിച്ചു എന്ന് പറയുന്നു. അപ്പോൾ പോയിറ്റ് ഒരു ബോയ് ആവുന്നു. ഇറ്റ് വാസ് ക്യൂട്ട്. അപ്പോൾ ആ പോയിറ്റ് പറയുകയാണ് ഈ ബോയ്ഹുഡ് എന്നുള്ള ആ ഒരു സംഭവം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇറ്റ് വാസ് ക്യൂട്ട്. ഐ ഹാഡ് സ്നാപ്പ് ബാക്ക്, ടൂത്ത്ലെസ് ഗ്രീൻ, യൂസ്ഡ് സ്കിൻ നീസ് ആസ് സ്ട്രീറ്റ് ക്രെഡ്. പറയുകയാണ് ഐ ഹാഡ് സ്നാപ്പ് ബാക്ക്, അതായത് സഡൻ ചേഞ്ചാണ്. അപ്പോൾ ഇത്രയും കാലം ഗേളായി നടന്നിരുന്ന ഒരു കുട്ടി പിറ്റത്തെ ദിവസം മുതൽ ബോയ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു, ഡ്രസ്സ് ചെയ്യുന്നു. സോ സ്നാപ്പ് ബാക്ക്, സഡൻ ചേഞ്ച്. സ്വാഭാവികമായിട്ടും സൊസൈറ്റിയുടെ ഭാഗത്തുനിന്നും അതിന് അഗെയിൻസ്റ്റായിട്ട് ഓരോ കാര്യങ്ങൾ വരും. സോ ടൂത്ത്ലെസ് ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിഹാസം അല്ലെങ്കിൽ കളിയാക്കുക എന്നൊക്കെ പറയും. ടൂത്ത്ലെസ് ഗ്രീൻ എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള മലയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇളിക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. സോ യൂസ്ഡ് സ്കിൻഡ് നീസ് ആസ് എ സ്ട്രീറ്റ് കട്ട്, അതൊരു ഇൻഫോർമൽ യൂസേജ് ആണ്. ആക്സെപ്റ്റബിലിറ്റി ഇൻ പബ്ലിക് എന്നൊക്കെ പറയും. അതായത് ഇപ്പം ഈ കുട്ടി എന്ത് ചെയ്യുന്നു, ഒരു ബോയ് ആയിട്ട് വരുന്നു. സോ ഈ പബ്ലിക് അവരെന്ത് ചെയ്യുന്നില്ല, പെട്ടെന്ന് അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവർ പലതും പറഞ്ഞ് പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. പ്ലേഡ് ഹൈഡ് ആൻഡ് സീക്ക് വിത്ത് വാട്ട് വാസ് ലെഫ്റ്റ് ഓഫ് മൈ ഗോൾ, ഐ വാസ് ഇറ്റ്. പറയുകയാണ് ഇവിടെ ലൈഫിനെ ഒരു ഗെയിമായിട്ട് ഈ കുട്ടി കാണുന്നു. സോ ഞാനിവിടെ കളിക്കുന്ന ഗെയിം ഹൈഡ് ആൻഡ് സീക്കാണ്. ഹൈഡ് ആൻഡ് സീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെൻഡർ ഏതാണെന്നറിയാത്ത ഒരവസ്ഥ, ജെൻഡറിനോട് ഒരു ഒളിച്ചുകളി, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നറിയാത്ത ആ ഒരു കളീനെയാണ് ഇവിടെ ഹൈഡ് ആൻഡ് സീക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെയായിട്ടും എനിക്ക് മനസ്സിലായിട്ടില്ല, എൻ്റെ ലക്ഷ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് എനിക്കിതുവരെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. എന്നാലും ഞാൻ ആ ഗെയിമിൽ ഉണ്ട്, ഐ വാസ് ഇറ്റ്, ഞാൻ ആ ഗെയിം കളിക്കുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ആൻസർ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.